കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് ഐ എം ഫീലിംഗ് ലിറ്റിൽ സ്റ്റക്ക്. റീസൺ എത്രയേ ഉള്ളൂ, ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഗോൾ ഉണ്ട്, ബട്ട് ഒരു പ്രോപ്പർ റോഡ് മാപ്പ് ഇല്ലാത്തതുകൊണ്ടും ആ ഒരു ഒരൊറ്റ ഗോൾ മാത്രമല്ലല്ലോ, നമ്മുടെ ലൈഫിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയോ ഒരു ലാക്നെസ് പോലെ ഈ ഒരു കാര്യം ഒരു 1 വീക്ക് ആയിട്ട് എന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകും. സോ ഇന്ന് ഞാൻ എന്റെ കൂടെ ഇരുന്നു ആൻഡ് എന്റെ ലൈഫിനെ ഈ ഒരു കംപ്ലീറ്റ് 1 ഇയറിലോട്ട് ഞാൻ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 3 കാറ്റഗറിയിൽ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എവിടേക്കാണ് എത്തേണ്ടത് ആൻഡ് പ്രാക്ടിക്കലി എന്തൊക്കെയാണ് പോസിബിൾ ആവുന്നത്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വാട്ട് ഐ ഡിഡ് ഇസ് ഐ ക്രിയേറ്റഡ് എ വിഷൻ ബോർഡ്. ഞാൻ ജാനുവരി 1 തീയതി ഒരു വിഷൻ ബോർഡോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടുഡേ ഐ ക്രിയേറ്റഡ് 3 പാർട്ടായി തന്നെ ഡിവൈഡ് ചെയ്തു. ഇത് ഞാൻ ബ്ലറാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ഇയർ ലാസ്റ്റ് ഇതിൽ ഏതൊക്കെ അച്ചീവ് ആയി, എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിപ്പോ ഇന്ന് റെക്കോർഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ, നമുക്ക് പലപ്പോഴും ലൈഫിൽ ഒരു ജേർണിയിൽ ഇടയിൽ സ്റ്റക്ക് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഫുള്ള് ഒരു പുകപടലം പിടിച്ച പോലെയൊക്കെ തോന്നാം. ആ സമയത്ത് നമ്മൾ കയ്യും കാലിട്ട് അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്ന് എനിക്ക് കിട്ടിയൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ കംപ്ലീറ്റ് ഡേ അറൌണ്ട് ഒരു 5-6 hours ഇരുന്ന് ഞാൻ ക്ലിയർ ആക്കി എടുത്തൊരു വിഷൻ ബോർഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു ഡ്രീമിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത കാര്യമല്ല. സോ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക, ചോദിക്കുക എന്താണ്, എവിടെയാണ് മിസ്റ്റേക്ക്, എന്താണ് പ്രശ്നം വരുന്നത്, എന്താണ് ഇമോഷണലി എന്തുകൊണ്ട് ഇംബാലൻസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആസ്ക് ടു യുവർസെൽഫ്, ടോക്ക് ടു യുവർസെൽഫ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസേഴ്സ് കിട്ടും. സോ ഓൾ യു റിക്വയർ ഇസ് എ ക്ലാരിറ്റി വിത്ത് യുവർ ജേർണി, വിത്ത് യുവർ പ്രോസസ്.